ഹലോ അസ്സാം വലൈക്കും. കുറേ ദിവസത്തിന് ശേഷം കേട്ടോ പുതിയൊരു വീഡിയോ ചെയ്യണേ. കാരണം എന്താണെന്നറിയോ, ഇന്ന് നമ്മളെ ചെക്കൻ്റെ നിക്കാഹാണ്. രാവിലെ നേരത്തെ ഇറങ്ങിയാണ്, പക്ഷെ അവിടെ എത്താൻ നേരം വൈകി പോയി. ഒരുത്തനെ കാത്തുന്നതാണ്, നമ്മളെ കൂട്ടത്തിലൊക്കെ കാണും അങ്ങനത്തെ ഒരുത്തൻ. ഏതായാലും അൽഹംദുലില്ലാ പുതിയാപ്പിള ഇറങ്ങണതിന്റെ മുന്നേ അവിടെ എത്താനായി. നേരം വൈകിയാനുള്ളത് ഏതായാലും ഞാൻ ഓൻ്റെ കേട്ടിക്കണം. മൂപ്പരെ വീടിന്റെ കുറച്ചപ്പുറത്തുള്ള ഒരു പള്ളിയിൽ തന്നെയാണ് നിക്കാഹ്. അപ്പൊ ഞങ്ങൾ നടന്നെല്ലാവരും അങ്ങോട്ട് ഹലാലാവാൻ പോണേന്റെ പൊലിവ് എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അബുവിന്റെ നിക്കാഹായ സങ്കടപ്പുറത്ത് സൽമാന്റെ മുഖത്തും കാണുന്നുണ്ട്. അബു ഏതായാലും പെണ്ണിപ്പോൾ കിട്ടണില്ല കിട്ടണില്ല എന്ന് പറഞ്ഞാണ്ട് വേഗം കെട്ടി. ഇനി അടുത്തതാരാന്നുള്ള ചർച്ചയാണ് ഈ നടക്കുന്നത്. ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ സങ്കടം കടിച്ചമർത്തുന്ന ജുനൈദിനാണ് ഇപ്പം കളി കാണുന്നത്. നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത് ഷെയ്ഖുന ബാദുഷസ്താദാണ്. ബാദുഷസ്താദൊക്കെ പള്ളിയിലെത്തി. ഷെയ്ഖുന വന്നപ്പോൾ തന്നെ ഹലാലാക്കി കൊടുക്കൽ കർമ്മത്തിലേക്ക് കടന്നു. അതന്നെ നിക്കാഹ് ചെയ്ത് കൊടുത്തതെന്ന്. അതൊന്നും കണ്ടിരിക്കാനുള്ള മനഃശക്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരോട് അണ്ടിപ്പരിപ്പിന്റെ പാത്രത്തിൽ കൈയിടായിരുന്നു. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലായിരുന്നു. നമ്മളെ ഹാഷിമിയന്റെ വകയുള്ള ഒരു മൊമെന്റോ ഷെയ്ഖുന തന്നെ നേരിട്ട് കൊടുത്തു. അബുവിന്റെ നിക്കാഹ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളക്കാരുണ്ടായിരുന്നു കേട്ടോ അവന്റെ നിക്കാഹിന്. ആള് ചില്ലറക്കാരനല്ല, ഒരു മുദരിസാണ്. മാഷാ അല്ലാഹ്, അള്ളാഹ് ഇൽമിൽ ഇനിയും ബർക്കത്ത് നൽകട്ടെ. എന്താണ് പറയുക, എന്ത് തോന്നുന്നു ഈ ഒരു അസുലഭ നിമിഷത്തിൽ? അങ്ങനെ ഓരോ സങ്കടമൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ നേരെ അവൻ്റെ വീട്ടിൽ പോയി. അബു ഏതായാലും ഹാപ്പിയാണ്. ഇനി ഞങ്ങൾ ഹാപ്പി ആവണല്ലോ, അതിനാണ് ഇപ്പോൾ അവൻ്റെ വീട്ടിൽ പോകണേ. നമുക്ക് തിന്നണ്ടേ. ഇതാണ് നമ്മുടെ സൽമാൻ. നേരത്തെ നുളയിച്ച സൽമാനല്ല കേട്ടോ, ഇത് വേറെ സൽമാനാ. ആൾക്കാണ് ഇന്ന് ട്രാഫിക്കിൽ ഇൻചാർജ് ഉള്ളത്. അപ്പോൾ ആളൊരു ആത്മാർത്ഥത നോക്കിയാണ് നിങ്ങൾ. പിന്നെ അവൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ചർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം ഇതിൽ കുറേ എണ്ണം മൂത്ത് നിറച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ചോറ്റുംപരിക്ക് കയറിയപ്പോൾ നിക്കാവും കഴിഞ്ഞ് ചെരുപ്പും കൂടി എടുത്തിടാതെ പാഞ്ഞു വന്ന ടീം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കയറി നിൽക്കണം. നിങ്ങൾ നാട്ടുകാരല്ലേ, ഓളാണ് നിങ്ങൾ നാട്ടുകാരല്ലേ, നമ്മൾ വിട്ടുന്ന വന്ന ആൾക്കാർ നിങ്ങൾ ഇരുന്നാലോ. ഈ പള്ളി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളിക്കാം. അങ്ങനെ ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല ചിക്കൻ മന്തിയും അതേപോലെ തന്നെ പൊറോട്ടയും നല്ല ആട് കുറുമൊക്കെ ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. സമയം ഏകദേശം 10 മണി 10:30 ആയിട്ടുള്ളൂ. ഫുഡ് കഴിക്കാനിരുന്നിട്ടും ഇവരെ ചർച്ച കഴിഞ്ഞില്ല. എന്താ ഇത്ര തോന്നുന്ന ചർച്ചയാണെന്ന് ഞാൻ ആലോചിച്ചു. ചർച്ച ആയിരിക്കൂല, സങ്കടം പറിച്ചിലാവും. കാരണം കൂട്ടത്തിലുള്ള ഒരുത്തനാണല്ലോ കെട്ടിക്കേണ്ടത്, സങ്കടം ഇല്ലാതെക്കോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടി തുടങ്ങി. രാവിലെ നാസ്തന്റെ സമയമാണ്, പക്ഷെ ഞാൻ ചോറാത്തുന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുതിയാപ്പിളിന്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കല. അന്ന് പുതിയാപ്പിളിന്റെ കൂടെയുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ മോശമല്ലേ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളെ കൂടുതലുള്ള ഹത്തീബുമാരും മുക്രിമാരൊക്കെ വേമേ ഫോട്ടോ എടുത്ത് കൂടി. നമുക്ക് പിന്നെ കാര്യമായിട്ട് തിരക്കൊന്നുമില്ലല്ലോ, അപ്പൊ നമുക്ക് സാവധാനം ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മനസ്സിൽ 1000 സങ്കടങ്ങൾ നിറച്ചുകൊണ്ട് നമ്മൾ ജുനൈദ് നമ്മളോട് യാത്ര പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോകട്ടോ. പാവം നിഷ്കളങ്കമായ മനസ്സായതുകൊണ്ടും കുറെ പ്രായമുള്ളതുകൊണ്ടും സങ്കടം വരാതെക്കൂലല്ലോ. ഞാൻ ഈ പറയണൊന്നും കാര്യമായിട്ട് എടുക്കണ്ടോ, അത് നമ്മൾ ഓനോടുള്ള ഒരു ബന്ധം കൊണ്ട് പറയണതാണ്. ഖലീലിന്റെ ഉള്ളിലുണ്ട് നല്ല സങ്കടം, പക്ഷെ അത് അവൻ പുറത്ത് കാണിക്കണില്ലാന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞേക്കാളുള്ളവരൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മെയിൻ ഫോട്ടോഷൂട്ടിന് സ്പോട്ടും തപ്പി ഇറങ്ങി. അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ പുതിയാപ്പിളിന്റെ വണ്ടിയാണ് നമ്മൾ നേരെ മുന്നിലുള്ളത്. വിഷമമുണ്ടോ? ചെറുതായിട്ട് ഷെബീബിനോട് തന്നെ ചോദിക്കണ്ട, അത് ലോക്കഡാണ്. ജലാൽ ചെറുതായിട്ട് പ്രായക്കണോ വയസ്സേക്കണോ? ആയില്ല. ഇതാണ് നമ്മളെ ചെക്കൻ പുതിയാപ്പള ഇറങ്ങിയ വണ്ടി. ഏതാ ലുക്കിലെ. അങ്ങനെ ഏതായാലും ഫോട്ടോഷൂട്ടിന് നല്ലൊരു പെര കിട്ടി. ഓരോരുത്തർ ഓൾറെഡി ഫോട്ടോഷൂട്ട് തുടങ്ങി. അങ്ങനെ ഞാനും എടുത്ത് അബുവിന്റെ കൂട്ടത്തിലൊരു ഫോട്ടോ. പൊതുവേ ഞാൻ ഫോട്ടോ എടുക്കാനും ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും താല്പര്യമില്ലാത്ത ആളാണ്, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ നമ്മൾ അബുവിന്റെ നിക്കാഹായതുകൊണ്ട് മാത്രം ട്രാഫിക്കിന് ഏൽപ്പിച്ച ഈ കാക്ക പുതിയാപ്പളിന്റെ കൂട്ടത്തിലൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളതാണ് സാധിച്ചു കൊടുത്തത്. ഇവരെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടാവും. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിന്റെ ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു പാലത്തുമൊക്കെ പോയി. പൊതുവഴി ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ക്ലിപ്പ് കിട്ടിയത്. ഇനി നമുക്ക് അതിന്റെ ഔട്ട്ലുക്ക് വരുമ്പോൾ കാണാം. അങ്ങനെ ഏകദേശം ഒരു 12 മണി കഴിക്കും വെള്ളിയാഴ്ച അല്ലേ, പള്ളിയിൽ പോകണ്ടല്ലോ. പിന്നെ വല്ലാണ്ട് അവിടെ നിന്നില്ല, ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അബുവിന്റെ വീട്ടിൽ പോയി അവിടുന്ന് തങ്ങളെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ മലപ്പുറം സൊലാത്ത് നഗറിൽ മൈദീൻ ഗ്രാൻഡ് മസ്ജിദിലേക്ക് ജുമാ വിടാൻ പോയി. എന്റെ കൂടെ വണ്ടിയുള്ള ആൾക്കാരെ മനസ്സിലായി ഞങ്ങൾക്ക്. നേരത്തെ പള്ളി ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചോറുന്നാൻ ഇരുന്ന ടീമാണത്. അബുവിന്റെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ സൊലാത്ത് നഗർക്ക്. ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിന്റെ തൊട്ടപ്പുറത്ത് ഒരു കരിമ്പ് ജ്യൂസ് കടയിൽ നിന്ന് 3 കരിമ്പ് ജ്യൂസ് കുടിച്ചു. തങ്ങളെ വകയിട്ടാ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തു. പിന്നെ നേരെ പള്ളി കയറി. പള്ളിന്റെ ഉള്ളിൽ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് വല്ലാണ്ട് ആളില്ല. അങ്ങനെ നിസ്കാരം ദുആവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വല്ല പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചെറുതായിട്ടൊരു മഴ പാറ്റിനി. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി. പിന്നെ തങ്ങളെ വണ്ടി ഞങ്ങൾ സർവീസിന് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണാൻ പോയി. തങ്ങളെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി പാർക്കൊക്കെ ചെയ്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു മുതൽ നമ്മൾ കാണുന്നത്. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്ടത്, പോർഷെ 911. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ. എന്താ ലുക്ക് നോക്കിയാണ് നിങ്ങൾ. ഏതാ സാധനല്ലേ. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ പുറത്ത് മോട്ടോഴ്സിക്ക് പോയി. അവിടെയാണ് തങ്ങളെ വണ്ടി എടുത്തിട്ടുള്ളത്. ഇവിടെ സർവീസിനുണ്ടെന്ന് ഓരോ വണ്ടികളെ കോലം നോക്കിയാണ്. പഠിച്ചോ നമ്മളെ അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇതാണ് നമ്മളെ തങ്ങളെ വണ്ടി കേട്ടോ, സ്വിഫ്റ്റ് ഡിസയർ. ഇപ്പോൾ പുതിയത് എടുത്തതാണ്. അങ്ങനെ തങ്ങളെ വണ്ടിയൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച്. ഇവരെ രണ്ടാളെ നാട് ഇവിടെ തന്നെ കേട്ടോ, എനിക്കിഞ്ഞും പോകാണ്ട്. അങ്ങനെ നമ്മളെ ജലാലിനോടും തങ്ങളോടും യാത്ര പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് നാട്ടിൽ തിരിച്ചു. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.